എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 8 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേരിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് ഹൗസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള റോക്കിയുടെ ശ്രമങ്ങളെക്കുറിച്ചും ജാസ്മിന്റെ ചില പ്രത്യേകതരം കളികളെക്കുറിച്ചും തന്നെയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക. ജാസ്മിന് ഒരു എനർജി ഇല്ല, അഹങ്കാരത്തിന്റെ അവസാന വാക്കാണ് ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് റോക്കി ജാസ്മിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോക്കിക്ക് മറ്റൊരു ഐഡിയ എത്തുന്നത്. രാവിലത്തെ റസ്മിന്റെ വർക്കൗട്ട് ക്ലാസ് വെച്ച് ഒരു കണ്ടന്റ് അങ്ങ് ഉണ്ടാക്കിയാലോ. വർക്കൗട്ടിന് വന്ന പലരും അവിടെ ഡ്രസ് കോഡൊന്നും പാലിച്ചിട്ടില്ലായിരുന്നു. റസ്മിൻ ആ വിഷയം എടുത്ത് പറഞ്ഞിട്ടുമില്ല, ആരെയും അതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുമില്ല. ഈ കാര്യങ്ങൾ വെച്ചാണ് റോക്കി കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അതായത് അത് റസ്മിന്റെ കുഴപ്പമാണെന്നും റസ്മിൻ പോലും ഡ്രസ് കോഡ് പാലിച്ചില്ലെന്നുമാണ് അവിടെ റോക്കി പറയുന്നത്. ഒരു ഇന്റർനാഷണൽ ജിം ട്രെയിനിങ് കോമ്പറ്റീഷൻ ഒന്നുമല്ല ഇവിടെ നടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് റോക്കിക്ക് അറിയാം. പക്ഷെ റോക്കിക്ക് കണ്ടന്റ് ഉണ്ടാക്കണം, റസ്മിനെ അതിലോട്ട് പിടിച്ച് വലിച്ചിടുകയും ചെയ്യണം. അതിന് റോക്കി പറയുന്ന ന്യായങ്ങൾ ഇതാണ്. ലുങ്കി എടുത്ത് ആരെങ്കിലും ജിമ്മിൽ കയറുമോ, പോലീസുകാർ ജുബ്ബ എടുക്കുമോ, കോടതിയിൽ വക്കീലുമാരും മുണ്ടെടുക്കുമോ എന്നൊക്കെ. റോക്കിയോട് തിരിച്ച് റസ്മിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. ഡ്രസ് കോഡിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഡ്രസ് കോഡ് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അതില്ലാതെ വരുന്നവരെ പുറത്താക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെ അവിടെ റസ്മിൻ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു വാക്കേറ്റത്തിന് ശേഷം റസ്മിൻ അങ്ങോട്ട് മാറിയിരുന്നു. റസ്മിൻ മാറിയിരുന്നപ്പോൾ റസ്മിന് സപ്പോർട്ടുമായിട്ട് അർജുനും സിജോയും ജാസ്മിനും ഒക്കെ എത്തി. അങ്ങനെ സപ്പോർട്ട് കൂടുതലുണ്ടെന്ന് മനസ്സിലായിട്ടുള്ള റസ്മിൻ വീണ്ടും വന്നു. തിരിച്ച് വീണ്ടും റസ്മിൻ വഴക്കുണ്ടാക്കാൻ വന്നപ്പോൾ അത് ഒട്ടും സഹിക്കവയ്യാതെ റോക്കി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് റസ്മിനെതിരെ തിരിഞ്ഞു. അങ്ങനെ വഴക്കിന്റെ മൂർച്ചയേറിയപ്പോൾ എടാ പോടാ എടി പൊടി എന്നുള്ള വിളികളായി. പിന്നീട് റസ്മിനും ഒട്ടും തന്നെ വിട്ടുകൊടുത്തില്ല. നിന്റെ വിവരമില്ലായ്മയ്ക്ക് എനിക്കൊരു കോപ്പുമില്ലടാ എന്നൊക്കെ അവിടെ റോക്കിയുടെ അടുത്ത് റസ്മിൻ പറഞ്ഞു. ഒരു കാര്യവുമില്ലാത്തൊരു കാര്യമാണ് അവിടെ റോക്കി എടുത്തിട്ടത്. അത് മനസ്സിലാക്കാതെ ആ കുഴിയിൽ കൃത്യമായിട്ട് റസ്മിൻ പോയി ചാടുകയാണ്. റസ്മിൻ ചാടികൊണ്ട് റസ്മിനും ഗുണമുണ്ട്. റസ്മിനും പ്രൊമോയിൽ വന്നു, റോക്കിയും പ്രൊമോയിൽ വന്നു. ചുമ്മാ കിടന്ന് ചൂടാവുന്നല്ല ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രതീഷിനെ പുറത്താക്കിയിട്ടുള്ള ബിഗ് ബോസിനെ വിളിച്ചു വരുത്തി നിർത്തിയിട്ട് ഒരു അടി കൊടുത്ത പോലെയാണ് ഇന്നത്തെ റോക്കിയുടെയും റസ്മിന്റെയും പ്രകടനങ്ങൾ. ഒരാഴ്ച രതീഷ് ബിഗ് ബോസ് ഹൗസിൽ തലങ്ങും വിലങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ രതീഷ് പോയി കഴിഞ്ഞിട്ടും ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് രതീഷ് എഫക്റ്റ് തന്നെയാണ്. റോക്കിയുടെ അടുത്ത് റസ്മിൻ മാത്രമല്ല ചൂടായത്, ഇതുവരെ സംസാരിക്കാതിരുന്ന ശ്രീതു വരെ ചൂടായി. അങ്ങനെ ചൂടാവുന്നവരുടെ എണ്ണം കൂടുമ്പോൾ ഇവർ പോലും വിചാരിക്കുന്നില്ല ഇവർ ആ ഒരു ഒറ്റപ്പെടൽ ഗെയിമിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്ന്. ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അപ്സരയും വന്ന് ചൂടായി. ക്യാപ്റ്റൻസിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ക്യാപ്റ്റൻസിക്ക് വേണ്ടി തിരഞ്ഞെടുത്തുള്ള അപ്സര, റസ്മിൻ, സിജോ എന്നിവരായിരുന്നു. സിജോയ്ക്ക് ഉറപ്പായിരുന്നു പുള്ളി തന്നെ ജയിക്കുമെന്ന്. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ പുള്ളി ചിരിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ സിജോ തോറ്റുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ കോൺഫിഡൻസ് വെച്ച് ഓവർ പെർഫോം ചെയ്ത് ആ പ്ലാസ്റ്റിക് അങ്ങ് പൊട്ടിച്ചു. ബാക്കി രണ്ടുപേരും ഉണ്ടായിരുന്നത് അപ്സരയും റസ്മിനുമായിരുന്നു. റസ്മിൻ ജയിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അപ്സര അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് പരിപാടി കാണിച്ചു. തിരിഞ്ഞു നിന്ന് എഴുഞ്ഞു. അത് കണ്ടപ്പോൾ നമ്മുടെ കിളി പോയി. അതിനുശേഷം അപ്സര ജയിച്ചു കഴിഞ്ഞ് ഒരു പ്രസംഗം കൂടെ കാച്ചി. ഇവിടെ സിജോ ജയിക്കുമെന്നും റസ്മിൻ ജയിക്കുമെന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേര് പറയാൻ ഇവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഞാൻ NCCയിലുണ്ടായിരുന്നു, നാഷണൽ ക്യാമ്പിലെ മെമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സീൻ വീണ്ടും മാറുവാണ്. കൈയടിക്കാൻ തോന്നിപ്പോയി ആ ഒരു പ്രസംഗത്തിൽ. ക്യാപ്റ്റൻസിക്ക് മുമ്പ് റോക്കി ഒരു അടി നടത്തിയിട്ടുണ്ടായിരുന്നു. നിഷാനിന്റെ അടുത്തായിരുന്നു ആ ഒരു അടി. നിഷാന അവിടെ കിളി പോയി നിൽക്കുകയാണെന്ന് മോഹൻലാലിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം മോഹൻലാൽ പോയി കഴിഞ്ഞ് നിഷാനയോട് പെട്ടി പാക്ക് ചെയ്ത് വീട്ടിൽ പോകാൻ അവിടെ റോക്കി പറയുകയുണ്ടായി. റോക്കി ഈ അടികൾ ഉണ്ടാക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്കും സ്ക്രീൻ സ്പേസ് കിട്ടും. അത് അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ ഓക്കെയാണ്. പക്ഷേ നിഷാനയുടെ അടുത്ത് അടി ഉണ്ടാക്കിയപ്പോൾ ജാസ്മിൻ ഇടയ്ക്ക് കയറിയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ പല അവസരങ്ങളിലായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സ്ക്രീൻ സ്പേസ് കക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെയും അത് ജാസ്മിൻ ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം റോക്കി ഗബ്രിയുമായിട്ട് അടി ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ജാസ്മിൻ വന്ന് സ്ക്രീൻ സ്പേസ് മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പല അവസരങ്ങളിലായിട്ട് ജാസ്മിന്റെ ഈ പ്രത്യേകതരം കളി നമ്മൾ കാണുന്നുണ്ട്. 1/2 കിലോമീറ്റർ അപ്പുറത്തൊരു അടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒച്ച കേട്ട് വന്നിട്ട് ഏണി വെച്ച് ആ പ്രശ്നത്തിൽ കയറി അതിന്റെ പണിയെല്ലാം സ്വന്തമായിട്ട് വാങ്ങിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കഴിവാണ്. സിജോ എന്ന മത്സരാർത്ഥിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രേക്ഷകരുമായിട്ട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് അവിടെ സിജോ പറയുകയുണ്ടായി. മോഹൻലാൽ അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് എന്ന്. മോഹൻലാലിന് വരെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. സിജോ ഇനി പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ എന്നുള്ളത്, സിജോയ്ക്ക് PR ഉണ്ടോ എന്നൊക്കെ. പല വോട്ടിംഗ് പരിപാടികളിലും സിജോയ്ക്ക് ഒന്നാമത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിജോ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് കാണിക്കാതെ ഒന്നാമതൊക്കെ വരുമ്പോൾ നമുക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? സിജോയ്ക്ക് PR ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പഴയ പല ആർമികളുടെ ഫാൻസും സിജോയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റ് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.